പോലീസുകാർ നമ്മൾ പേപ്പർ ചെക്ക് ചെയ്യാൻ വേണ്ടി കൈയ്യട്ടിട്ടുണ്ട്. ഓക്കെ, പോലീസുകാർ ബൻസാർ ചെക്ക് ചെയ്യാൻ വേണ്ടി കൈയ്യട്ടിയതാണ്, കൂട്ടത്തിൽ ലൈസൻസ്. അപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല. ബൻസാർ എന്ന് പറഞ്ഞത് നേപ്പാളിലേക്ക് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള വാഹനങ്ങൾക്ക് പ്രവേശിക്കാനുള്ള പെർമിറ്റാണ് ബൻസാർ. റോഡുകൾ വളവും തിരിവും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. സ്ട്രെയിറ്റ് റോഡൊന്നുമില്ല, വളവ്. അതും ഈ മലയടിവാരത്തേക്കുള്ള റോഡ്. പോകുന്ന വഴി ഇവിടെ ഒരു സ്ഥലത്ത് ഓറഞ്ച് വിൽക്കുന്നുണ്ട്. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി പറ്റിയതാണ്. 3 ഓറഞ്ച് വാങ്ങി കഴിച്ചു. ഇവിടെ നേപ്പാൾ റോഡരികിലൊക്കെ നെൽകൃഷി ചെയ്യുന്ന ഒരു രീതിയാണിത്, തട്ടായിട്ട്. അങ്ങനെ നേപ്പാളിലെ ഒരു നഗരമായ പൊക്രയിൽ എത്തിയിരിക്കുകയാണ്. ഏതാ പാർട്ടി? നേപ്പാൾ ഇപ്പോൾ ഭരിക്കുന്നത് ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്. ഞാനിവിടെ നേപ്പാളിൽ പൊക്രയിൽ മുറി എടുത്തിട്ടുണ്ട്. ഇത്തവണ ഒറ്റ മുറിയില്ല, ഹോസ്റ്റൽ ടൈപ്പ് മുറിയാണ്. ഇവിടെ എന്നോടൊപ്പം വേറെയും കുറേ അന്തേവാസികളുണ്ട്. ഫ്രാൻസിൽ നിന്നുള്ള 2 പേരുണ്ട്, പിന്നെ സ്പെയിനിൽ നിന്നുള്ള ഒരാളുണ്ട്. പുറത്തേക്ക് കൊണ്ട് പോയതാണ്. ഞാൻ ഒന്ന് കുളിച്ച് ഫ്രഷായി ഇനി ഒന്ന് പുറത്തിറങ്ങണം. അപ്പോൾ എന്തായാലും ഒന്ന് പൊക്രയുടെ ഉൾക്കാഴ്ചകളിലേക്ക് ഒന്ന് പോകാം, രാത്രി കാഴ്ചകളിലേക്ക്. പിന്നെ വേറെ കാര്യം പറയാൻ പറ്റുമോ, ഇവിടുന്ന് മുറിയിൽ നിന്ന് പുറത്തിറങ്ങി ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ നല്ല വ്യൂ ആണ്. കാരണം പൊക്രയത്തെ മെയിൻ ഒരു അട്രാക്ഷനാണ് ഫെവാ ലേക്ക്. ആ ഫെവാ ലേക്കിൻ്റെ തടാകത്തിൻ്റെ കാര്യവും തടാകമൊക്കെ ശരിക്കും ഇവിടുന്ന് കാണാം. ഫെവാ ലേക്കിൻ്റെ ഭാഗത്ത് ഇപ്പോൾ കാർണിവലൊക്കെ ഉണ്ട്. നല്ല അടിപൊളി നൈറ്റൊക്കെ നല്ല രസമാണ്, കളർഫുള്ളാണ്.
ഈ ഭാഗത്ത് വലിയ തിരക്കൊന്നുമില്ല, ഒഴിഞ്ഞെടുക്കണം എല്ലാവരും. ഈ കാർണിവൽ നടക്കുന്ന ഏരിയയാണ്, അതായത് റൂം നോക്കിയിട്ട് നേരത്തെ കണ്ടില്ല, ആ ഏരിയയിലൊക്കെ എത്തിയുള്ളത്. ലേക്ക് ഇപ്പോൾ നല്ലൊരു സീസൺ ടൈം ആയതുകൊണ്ട് ഇങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. യന്ത്രൂഞ്ഞാലിന് മാത്രം കറങ്ങാൻ ആവശ്യമായ ആളുകളെ കിട്ടിയില്ല, അതുകൊണ്ട് നിർത്തിയിട്ടാണ്, ബാക്കിയൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത്ര വലിയ തിരക്കൊന്നുമില്ല, കുറച്ച് ആൾക്കാരും ഉള്ളൂ. എന്തായാലും കളർഫുള്ളാണ്, ലൈറ്റ് കൊണ്ടൊക്കെ പാട്ട് ബഹളം എല്ലാം. അവിടെ നമ്മുടെ റൂം എടുക്കുന്നുണ്ട് ആ ഭാഗത്ത്. അവിടെ നിന്നുള്ള വ്യൂ ആണ് നേരത്തെ കണ്ടത്. ഇവിടെ ഈ കാറിൻ്റെ അവിടെ ചെറിയൊരു ഫുഡ് ഷോപ്പ് ഉണ്ട്, നല്ല വെറൈറ്റി വിഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുന്ന് ഒരു എന്തായാലും പറയാം ഇറച്ചിപ്പത്തിലോ ആ ടൈപ്പ് ഒരു സാധനം ഉണ്ട്, അത് ഓർഡർ ചെയ്തിട്ടുണ്ട്. ചിക്കൻ്റെ 50 രൂപ, നേപ്പാളീസ് 50 രൂപ. ഇതാണ് ഓർഡർ ചെയ്ത സാധനം, നമ്മൾ ഇറച്ചിപ്പത്തിയൊക്കെ പോലത്തെ സാധനം. ഇവിടെ കോഴിന്റെ കാലൊക്കെ അതേപടി മസാല തേച്ച് വെച്ചിട്ടുണ്ട്. കാലെന്ന് പറഞ്ഞാൽ ലെഗല്ല, ഇറച്ചിയുള്ള ഭാഗമല്ല, കാല് നഖമുള്ള ഭാഗം. ഞാൻ കാണിച്ചു തരാം. ചിക്കൻ സോസേജ് നേരെ കഴിക്കാമോ? കാല് അതിപ്പോൾ എന്താ ഉണ്ടാവുക, കാലും ഇറച്ചൊന്നും ഉണ്ടാവില്ല, വെറുതെ മസാല ഇങ്ങനെ നുണയാനോ. യാത്രയുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. നേപ്പാളിൽ നിന്നുള്ള കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും അടുത്ത വ്ളോഗിൽ കാണാം. ഇതുവരെ ഗുഡ് ബൈ.